കളിവെട്ടും രംഗചേതന. ഇത് നമ്മുടെ 42ാം കൊല്ലാണ്. അപ്പോൾ കളിവെട്ടം ഗീതം പാടുന്നതിനായി മീരേനെയും അപർണേനെയും മെസിലാസിനെയും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുമംഗലയാണ് പുസ്തകം ഭാനുമതി ടീച്ചറുടെ ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. സാറ ടീച്ചറുടെ ജീവചരിത്രവും എഴുതിയിട്ടുള്ളത് സുമംഗലയാണ്. ഒരു പുതിയ പുസ്തകം, നല്ല നിരൂപകയും യാത്രാ വിവരണമൊക്കെ എഴുതുന്ന സുമംഗല. അവര് ഭാനുമതി ടീച്ചറെ അടയാളപ്പെടുത്തിയത് ജലം പോലെയാണ്. ആ ഗ്രന്ഥകാരിയുടെ മഹത്തായ ഭാവനയ്ക്കും ഗ്രന്ഥകാരിക്കും ഇനിയും ഒരുപക്ഷെ സുനിലിനെ പറ്റിയും വർഗീസ് മാഷെ പറ്റിയും ഗണേശനെ പറ്റിയും ഒക്കെ അതിഗംഭീര പുസ്തകങ്ങൾ എഴുതാൻ അവർക്ക് സാധിക്കട്ടെ എന്നും കൂടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഒരു മാസത്തെ പഠനത്തിന് ശേഷം എൻ്റെ മുൻപിലിരിക്കുന്ന കുട്ടികൾ അവർ രംഗചേതനയുടെ ഒരു ബിരുദം വാങ്ങാൻ പോവുകയാണ്. ആ ബിരുദം രസതന്ത്രത്തിൻ്റെയോ ഊർജതന്ത്രത്തിൻ്റെയോ മലയാള ഭാഷയുടെയോ ഇംഗ്ലീഷ് ഭാഷയുടെയോ ഒന്നുമല്ല. ഈ കുട്ടികൾ വാങ്ങാൻ പോകുന്നത് ആഴത്തിലുള്ള മനുഷ്യ സ്നേഹത്തിൻ്റെ ബിരുദമാണ്. ഇത്രയും സന്തോഷമുള്ള ഒരു സന്ദർഭമാണെങ്കിൽ തന്നെ എനിക്ക് ഉദ്ഘാടന സമ്മേളനത്തിൽ എൻ്റെ അടുത്തിരുന്ന് ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത പ്രിയപ്പെട്ട ഗിരീഷനെ ഒന്ന് ഓർത്തില്ലെങ്കിൽ ഞാൻ വലിയ തെറ്റായിരിക്കും ചെയ്യുന്നത്. പെട്ടെന്ന് അസുഖം വന്ന് നമ്മളെ വിട്ടുപോവുകയാണ് ഉണ്ടായത്. ഇനി അദ്ദേഹം തിരിച്ചു വരില്ല. അദ്ദേഹം പോയ ലോകത്ത് തീർച്ചയായിട്ടും ആ ലോകത്ത് ഒരു കാഴ്ചയുണ്ടെങ്കിൽ, ആ ലോകത്തിരുന്ന് അദ്ദേഹം എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മളെല്ലാം കൂടിയിരിക്കുന്ന അത് നോക്കിയിട്ട് നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കുന്നു എന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും രംഗചേതന കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. രംഗചേതനയുടെ വേനലവധിക്കാല കുട്ടികളുടെ നാടക ശില്പശാലയായ കളിവട്ടം അതിൻ്റെ 42ാം വർഷം പിന്നിടുകയാണ്. ഈ വർഷം ഏപ്രിൽ 28ാം തീയതി ആരംഭിച്ച ഈ ക്യാമ്പിന് ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അഥവാ രംഗചേതന നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിലനിർത്തി പോകണം. ഞാൻ ഈ കൊച്ചു കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് പരസ്പര സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും അത്തരത്തിലുള്ള എല്ലാ സോഫ്റ്റായിട്ടുള്ള വികാരങ്ങളുടെയും ഉറവിടമാകട്ടെ നിങ്ങളുടെ മനസ്സ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ വളരേണ്ടത്. ഇന്നത്തെ പുതിയ ന്യൂജൻ കൾച്ചറൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞങ്ങളൊന്നും ജീവിച്ച കാലഘട്ടത്തിലേതുപോലെയല്ല. പക്ഷേ അങ്ങനെ ആയിരിക്കണം. ഇതെല്ലാം ഒന്നുമില്ലെങ്കിൽ സഹജീവിയോട് അനുകമ്പയും സ്നേഹവും ഉണ്ടായിരിക്കണം. ഏറ്റവും ഒരു നിറസാന്നിധ്യമായിരുന്ന ഒരാളെ കുറിച്ചാണ് ഷംന ചേച്ചി. എനിക്കറിയില്ല എത്ര പേർക്ക് അവരെ അറിയുന്ന. അവരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചില വൈലോപ്പള്ളി മാഷയുടെ ചില വരികളാണ്. അതായത് എന്തിനും മനുഷ്യായുസിൽ മുന്തിയ മാത്രകൾ മുന്തിയ സന്ദർഭങ്ങൾ ചില മാത്രകൾ താൻ. അങ്ങനെ വളരെ ചെറിയ മാത്രകളിലൂടെ എൻ്റെയും ഈ കുട്ടികളുടെയൊക്കെ ജീവിതത്തിൽ നിറസാന്നിധ്യമായിരുന്ന ഒരാളാണ് നമ്മുടെയൊക്കെ ക്യാമ്പിലെ ഷംന നമ്പ്യാർ എന്ന് പറയുന്ന ആള്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഞാനും ഷംന ചേച്ചിയൊക്കെ കണ്ടുമുട്ടാറുള്ളത്. ഞങ്ങളുടെ ഒരു സൗഹൃദം എന്ന് പറയുന്നത് കുട്ടികളിലൂടെ വളർന്ന ഒരു സൗഹൃദമാണ് ഷംന ചേച്ചിയായിട്ട്. സൺഡേ തിയേറ്റർ 16ാം ബാച്ചില് അംഗമായിരുന്ന ശ്രീ KR ഗിരീഷ്, അദ്ദേഹത്തെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഞങ്ങളുടെ സൺഡേ തിയേറ്റർ ബാച്ചിൽ വെച്ചാണ്. ഞാനും 16ാം ബാച്ചിലാണ്. പക്ഷെ അദ്ദേഹം രംഗചേതനയുമായുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദവും
രംഗചേതനയുടെ ഭാഗമായുള്ള പ്രവർത്തനവും അതിനും വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഒരു കുട്ടി, ആ കുട്ടി എന്തായിരുന്നാലും ഈ ഒരു ക്യാമ്പിലൂടെ ആ കുട്ടിക്ക് ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ് ആ കുട്ടി നേടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ സന്തോഷം. അമലിനെ വളരെ നല്ല നടനാണ്. അമൽ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചെറിയ സംവിധായകനല്ല, ഏറ്റവും ചെറിയ സംവിധായകനായിട്ടുണ്ട്. അപ്പോൾ സന്തോഷം. അമലിൻ്റെ അച്ഛൻ അരവിന്ദൻ നെല്ലുവായി നമ്മുടെ സഹപ്രവർത്തകനാണ്. ഒരുപാട് കാലമായിട്ട് നമ്മൾ ഒരു സഹയാത്രികരാണ്. സിനിമയുമായി വളരെയധികം അടുത്ത ബന്ധമുള്ളവരാണ്. അപ്പോൾ ആ പാരമ്പര്യം അമലും സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ് അമല് എനിക്ക് വേണ്ടി ആക്ഷനും കട്ടൊക്കെ പറയുന്ന ദിനങ്ങൾക്കായിട്ട്. അപ്പോൾ അമലെ ബാക്കി ശേഷം സ്ക്രീനിൽ ഓൾ ദ ബെസ്റ്റ്. ഭൂമിയിൽ താമസിക്കുന്നതിന്, ജീവിക്കുന്നതിന് ഒരു വാടക നമ്മൾ കൊടുക്കണം. ആ വാടക പല വിധത്തിലാവാം. സ്നേഹം കൊണ്ടാകാം, പണം കൊണ്ടാകാം, വേറെ അധ്വാനം കൊണ്ടാവാം, ഒക്കെ ആവാം. പക്ഷെ ഇത്രയേറെ മനുഷ്യരെ സ്വന്തം ആത്മാവ് നൽകി ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയായിട്ട് ജീവിക്കുന്ന ഭാനുമതി ടീച്ചർ നമ്മളെക്കാളൊക്കെ വളരെ ഉയരത്തിലുള്ളതാണ്. വർഷമായി തുടങ്ങിയിട്ട് എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് വർഗീസ് മാഷും ഗണേശനും ഒക്കെ ആ രംഗചേതന തുടങ്ങിയ കാലം മുതൽക്കുള്ള ഒരു അടുപ്പം. എൻ്റെ ഒരു വീടാണത് രംഗചേതന. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഞാനിവിടെ വരും, കുട്ടികളെ കാണും. ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടവരാണ്, ഇന്ന് ആദ്യം കണ്ട് ചിരിച്ചവരാണ് ഇവരൊക്കെ. ഇവിടെ എത്തുമ്പോൾ എനിക്കെന്തോ വളരെ ആഹ്ലാദമാണ്. ഈ കുട്ടികളെല്ലാം കാണുമ്പോൾ അപാര സന്തോഷമാണ്. ഇവരുടെ ഭാവങ്ങൾ, ചിരികൾ, പാട്ടുകൾ ഇതെല്ലാം കേൾക്കാനായി മാത്രം ഇവിടെ എത്തണം എന്ന് പലപ്പോഴും തോന്നാറുമുണ്ട്. ഈ പ്രസ്ഥാനത്തെ ഇതുപോലെ കൊണ്ടുപോകുന്ന വർഗീസ് മാഷിന്, ഗണേശന്, ബാക്കി മറ്റെല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു, അഭിനന്ദനങ്ങൾ. നന്ദി. ക്യാമ്പ് എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്ക് എത്തുന്നത് വർഗീസ് മാഷിന്റെ നേതൃത്വത്തിൽ, ജി ശങ്കരപിള്ളയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ കേരളത്തിലെ കുട്ടികളുടെ നാടകവേദി എന്ന പ്രസ്ഥാനത്തിന് ആ ഊർജത്തിൽ നിന്നുകൊണ്ട് വർഗീസ് മാഷിന്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ ആരംഭിച്ച രംഗചേതനയാണ്. അത് ഈ നിമിഷം വരെ ഒരു തളർച്ചയും സംഭവിപ്പിക്കാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വർഗീസ് മാഷാണ്. അങ്ങനെ ഞങ്ങൾക്ക് പുറകിൽ നിന്ന് വലിയൊരു സംഘമാക്കി ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ എല്ലാ നന്മയും എല്ലാ ഊർജവും വർഗീസ് മാഷിൽ നിന്നാണ് എനിക്ക്
കിട്ടിയിട്ടുള്ളത്. എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും രക്ഷിതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് വേറെ തന്നെ ജനറേഷനിലുള്ള അല്ലെങ്കിൽ വേറെ തന്നെ ആശയങ്ങളുള്ള വേറെ തന്നെ താല്പര്യങ്ങളുള്ള കുട്ടികളുടെ രക്ഷിതാവായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അവരോടൊപ്പം നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അവരുടെ ആശയങ്ങളെയും ഒക്കെ അറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ഒപ്പം ചേർത്ത് നിർത്താൻ കഴിയും എന്നുള്ളത് തന്നെയായിരിക്കും ഓരോ രക്ഷിതാവും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രെയിനിങ്ങിന് നമുക്ക് ഗുരുവാക്കാൻ കഴിയുന്ന ഒരാളാണ് ഗണേശ് മാഷ്. ഒരു തൈ വളർന്ന വൃക്ഷമായി സ്വയം നിൽക്കാൻ പ്രാപ്തമാകും വരെ ആ ചെടിക്ക് വേണ്ട എല്ലാ കരുതലും നൽകും പോലെ ഞങ്ങളുടെ തണലായും കരുതലായും കൂടെ നിന്നതിന് എൻ്റെ പേരിലും എൻ്റെ കൂട്ടുകാരുടെ പേരിലും ഞങ്ങളുടെ പാരൻസിൻ്റെ പേരിലും നന്ദി അറിയിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവനെ കൂടെ കൂട്ടാം. ഇത് ജീവിതമാണ്, മര്യാദയ്ക്ക് വരെ. എനിക്ക് പഞ്ചസാര ഇങ്ങനെ എനിക്ക് കുറച്ച് മതി.
അതെ 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 എനിക്കറിയാം കസാരായിട്ട് നീ കളിയുള്ളതാ കൂട്ടുകാരെ ഇവൻ ഈ കളിയുള്ളതാ അപ്പൊ പിന്നെ ഇവന്റെ അഭിപ്രായത്തിന് നമ്മൾ കേൾക്കണം. അപ്പോൾ മിഷൻ സ്റ്റാർട്ട്സ് നഷ്ടപ്പെട്ടവർ ഞങ്ങൾ ഐലസോ 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 വിത്തൊരുക്കാം ഐലസോ വിത്തൊരുക്കാം ഐലസോ നിങ്ങൾ പണിയെടുത്ത് ക്ഷണിക്കുമ്പോ എവിടെ ഇരിക്കാറ്? ഞാനിതാ ഇവിടെ ഇരിക്കും. ഞാൻ ഈ ബ്രൗൺ സാരി മതിയോ? ഇതിപ്പോഴത്തെ പുതിയ മോഡലാ. അല്ലെങ്കിൽ ഈ റെഡ് സാരി മതിയോ? ഇത് തഞ്ചാവൂരിൽ സ്പെഷ്യലായി കൊണ്ടുവന്നതാ. നിങ്ങളാരെങ്കിലും മോഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. എങ്കിൽ നമ്മുടെ ഇരിപ്പിടല്ലേ? ഇടം നിടം നിരിപ്പിടം ഇടം നിടം നിരിപ്പിടം നഷ്ടപ്പെട്ടവർ ഞങ്ങൾ ഇടം നിടം നിരിപ്പിടം ഈ പുസ്തകം അതോ ചുവന്ന ഉടുപ്പിട്ട പെൺകുട്ടിയുടെ കഥയാണോ? ചേട്ടാ അനിയ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പുസ്തകം തന്നെയാ. നമ്മുടെ പുസ്തകം കിട്ടിയില്ലേ? നീ നമ്മൾക്ക് വീട്ടിൽ പോയാലോ? ഒന്നുമില്ല, ഞാൻ പോവാ. നീ ഇവിടെ ഇരുന്നോ? ഞാൻ നിനക്ക് എന്റെ സ്നേഹം കൈമാറും. നമുക്ക് നമ്മുടെ പുസ്തകം അന്വേഷിക്കാം. വളരെ കൈ വളരെ തങ്ക പൂങ്കാൽ വളരെ താഴം ഭൂമി വളരെ നാളേക്കൊരു നിധിയല്ലേ നീ വിളിക്കുന്നു പോലെ